ധാരാളം ആളുകൾ ഇപ്പോൾ വി എസിന്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ പുന്നപ്രയിൽ തന്നെയുള്ള ഒരുപാട് ആളുകൾ, അദ്ദേഹവുമായി അടുപ്പമുള്ള, അദ്ദേഹത്തിന്റെ തൊട്ടടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെയുണ്ട്. എല്ലാവരും ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്ക് വീട്ടിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണോ? കേരളത്തിലെ കാണപ്പെട്ട അഴിമതിരഹിതനായ ഒരു ബഹുമാനീയ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ജനങ്ങളുമായിട്ടും എല്ലാം വളരെ സ്നേഹത്തോട് തന്നെ, ആത്മാർത്ഥത്തോട് തന്നെ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പുന്നപ്രക്കാരനാണോ? ഇവിടെ അടുത്തുള്ള അടുത്ത് തന്നെയുള്ള ആണോ? നിങ്ങളെല്ലാവരും അയൽവാസികളാണ്. എങ്ങനെയാണ് വി എസ് ഇവിടെ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളോടൊക്കെ? നല്ല നിലപാടായിരുന്നു. അപ്പോഴോട്ടെ കാണത്തുള്ളായിരുന്നു. കുഴപ്പമില്ല. നഷ്ടപ്പെട്ടവര് പുന്നപ്രയുടെ ഉദയസൂര്യൻ മരിക്കത്തില്ല, ഒരിക്കലും മരിക്കത്തില്ല. പുന്നപ്രയുടെ അഭിമാനമാണ് സഖാ വി എസ്. ഞങ്ങളെയെല്ലാം കൊച്ചുകുട്ടികളായി കണ്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ ഒരു പിന്മുറക്കാരായിട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ആ ജീവിതമാണ് ഞങ്ങളുടെ വി എസിന്റെ ആ ജീവിതമാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇത്. ഒരിക്കലും മരിക്കത്തില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഉദയസൂര്യൻ ഒരിക്കലും മരിക്കത്തില്ല. അടുത്തുള്ള ആളാണ്. എന്താ പേരെന്താ? ബാബു. പുന്നപ്രയുള്ളതാണ്. ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത വീടാണ്. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ അദ്ദേഹവുമായിട്ടുള്ള? പണ്ട് പിന്നെ വന്ന് വി എസ് വരുന്നു, ആ ഒരു പ്രാർത്ഥന, അതാണൊരു മഹത്വം കാണുന്നത്. വി എസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അത്രയും ഒരു അഭിമാനമാണ് പുന്നപ്രക്കാർക്ക്. പുന്നപ്ര അതാണ് അഭിമാനം. ഒരു പ്രവർത്തന മികവിലൂടെ തോന്നിയ ആദരവാണ്. നല്ല ആദരവ്. വി എസ് അല്ലാതെ വേറൊരു പുന്നപ്രയിൽ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം വിപ്ലവ വീര്യനാണ്, അഭിമാനമാണ്. കേരളത്തിന്റെ വിപ്ലവ വീര്യനാണ്, അഭിമാനമാണ് പുന്നപ്രക്കാർക്ക്. അതാണ് ഏറ്റവും വലുത്. ഒരിക്കലും മരിക്കത്തില്ല.